വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഓം നമോ ഭഗവതേ നാരായണായ നമ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വഴിപാട് കഴിക്കണം എന്നുള്ള ഒരു സന്ദേഹത്തിലായിരിക്കും സാധാരണ ഭക്തജനങ്ങൾ. കാരണം ഏതൊക്കെ വഴിപാടുകൾ കഴിച്ചു കഴിഞ്ഞാലും അത് പോരാ, കണ്ണന് വേറെ എന്തെങ്കിലും കൂടെ ചെയ്യാം, അതും കൂടി ചെയ്യാം, വേറെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെയുള്ള പരതലായിരിക്കും. ഇങ്ങനെ വിശേഷപ്പെട്ട വഴിപാട് എന്താണ്, അതുകൊണ്ടുള്ള കാര്യസാധ്യം എന്താണ്, ഭഗവാൻ അത് കൊടുക്കണമല്ലോ എന്നുള്ള ഒരു ആലോചന ആയിരിക്കും സാധാരണ ഒരു തികഞ്ഞ ഭക്തൻ്റെ ഉള്ളിൽ. അധികം ആരും കേൾക്കാത്ത ഒരു വഴിപാടിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. എന്നാൽ ഭഗവാന് വളരെ വിശേഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ പോരാ, അതിവിശേഷപ്പെട്ട വഴിപാടുമാണത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് നോട്ടീസ് ബോർഡിൽ നമ്മുടെ വഴിപാട് വിവര രേഖകളിൽ ചിലതിലൊന്നിലും കാണാറില്ല, എന്നാൽ ചിലതിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടുത്തെ ബോർഡിലുണ്ടാവുമെന്ന് നമുക്ക് നിശ്ചയമായിട്ടും പറയാനായിട്ട് കഴിയില്ല. എന്നിരുന്നാൽ തന്നെ കാണേണ്ടതാണ്. അല്ല എങ്കിൽ ഇങ്ങനെ ഒരു വഴിപാടുണ്ട് എന്നുള്ളത് നിശ്ചയിച്ചോളുക. ഭഗവാന് വൈകിട്ട് നിവേദ്യം വെച്ചതിന് ശേഷം വെറ്റില നിവേദ്യം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ വെറ്റില നിവേദ്യം സമർപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ജന്മപുണ്യം എന്ന് കരുതിക്കൊള്ളുക. അത്രയും വിശേഷപ്പെട്ട വഴിപാടാണ്, ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. എല്ലാ വഴിപാടും ഭഗവാൻ ഇഷ്ടമാണെങ്കിൽ കൂടി വളരെ വിശേഷപ്പെട്ട വഴിപാടാണ് ഈ വെറ്റില നിവേദ്യം. അത് കഴിക്കാനായിട്ട് എല്ലാ ഭക്തജനങ്ങളും അവിടെ നിന്ന് താല്പര്യപ്പെട്ടുകൊള്ളുക. അതിനുള്ള ഒരു ഗ്യാപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമോ അത് ഭഗവാൻ നിങ്ങൾക്ക് ആ ഗ്യാപ്പ് ഉണ്ടാക്കി തരട്ടെ. ആ ഒരു കടന്ന് ഭഗവാന്റെ മുന്നിൽ അത് സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള അനുഗ്രഹം തരട്ടെ എന്ന് കണ്ണൻ്റെ മുമ്പിൽ അത് വർത്തിക്കാനുള്ള അനുവാദം നിങ്ങൾക്ക് കിട്ടട്ടെ. ഭഗവാനെ രക്ഷിക്കണേ.